അള്ളാഹുവിലേക്ക് ചേർത്തി പറയപ്പെട്ട പരിശുദ്ധമായ മുഹറം മാസത്തിലെ വെള്ളിയാഴ്ച ദിവസമാണിന്ന്. സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായത് വെള്ളിയാഴ്ച ദിവസമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ അയിമ്മത്ത് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയൊരു വിഷയമാണ് വെള്ളിയാഴ്ച ദിവസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതൊരു പ്രധാനപ്പെട്ട കർമ്മം തന്നെയാണ്. ധാരാളം സ്വലാത്ത് ചൊല്ലുക, സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങിയത് 300 തവണയെങ്കിലും ചൊല്ലണം എന്ന് ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ ആയിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ചുരുങ്ങിയത് 300 തവണയും അധികരിച്ചാൽ അത് എത്രയും ആകാം എന്ന രൂപത്തിലായിരിക്കണം നമ്മുടെയൊക്കെ സ്വലാത്തിൻ്റെ എണ്ണം ഉണ്ടായിരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഇപ്പോൾ നിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്ന് പറയുന്ന സ്വലാത്തുൽ ഫാത്തിമിയ 3 തവണ ചൊല്ലിയിട്ട് നിങ്ങളുടെ മനസ്സകങ്ങളിൽ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് ദുആ വസിയ്യത്തായിട്ട് എഴുതി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ആ ദുആ വസിയ്യത്തുകൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെടാൻ, ഇജാബത്ത് ലഭിക്കാൻ കാരണമാകുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനോതലങ്ങളിൽ മാരകമായ വിഷയങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ കൊണ്ടൊക്കെ നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. രോഗങ്ങളുള്ളവർ, കടങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകളുള്ളവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ എല്ലാം എഴുതി അറിയിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെയൊക്കെ എല്ലാ വിഷയങ്ങളിലും സലാമത്ത് നൽകി അനുഗ്രഹിക്കും.